بسم الله الرحمن الرحيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم
ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من هل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സപ്തദിന പ്രഭാഷണത്തിൻ്റെ സമാപനവും ദിക്ർ ഹൽഖയും പ്രാർത്ഥനയുമാണ് ഇന്നത്തെ ദിവസം. അല്ലാഹുവിൻ്റെ സജ്ജനങ്ങളായ ഇഷ്ടദാസന്മാർക്ക് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗം അല്ലാഹു പറഞ്ഞ 9 സവിശേഷതകൾ, ആ 9-ൽ 8 നാം 6 ദിവസം കൊണ്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സവിശേഷത കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഈ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനം, അതിനെ സംബന്ധിച്ചും അല്ലാഹു വിവരിക്കുന്നുണ്ട്. അത് വളരെ ചുരുക്കി സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ സദസ്സിൽ എത്തും. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിലേക്കും ദുആയിലേക്കും കടക്കാം. അല്ലാഹു ജല്ല ജലാലുഹു സജ്ജനങ്ങളുടെ സവിശേഷതകൾ എണ്ണിപ്പറയുന്ന സ്ഥലത്ത് അടുത്ത് പറയുന്നത് എന്താണ്? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരായ ആ മഹാന്മാർ, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് അവരുടെ പ്രാർത്ഥന? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളും സന്താനങ്ങളുമായി നീ ഞങ്ങൾക്ക് ദാനം ചെയ്യണം, നീ ഞങ്ങൾക്ക് ഓശാരം നൽകണം. ഖുർറത അയുൻ, കൺകുളിർക്കുന്ന അഥവാ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന സന്താനങ്ങളെയും പിൻതലമുറയെയും ഇണകളെയും കുടുംബങ്ങളെയും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരുടെ പ്രത്യേകമായൊരു പ്രാർത്ഥനയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, മാ തഖറു ബിഹി അയുനുനാ മിൻ അൻ തുരിയനാഹും യഅമലൂന ബിതാഅതിക്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. മാ തഖറു ബിഹി അയുനുനാ, ഞങ്ങളുടെ കൺകുളിർക്കുന്നതിനെ കാണിച്ചു തരണം. ഞങ്ങളെ കൺകുളിർക്കുന്ന സന്താനങ്ങളെയും കുടുംബങ്ങളെയും ഭാര്യമാരെയും കാണിച്ചു തരണം. എങ്ങനെയാണ് കൺകുളിർക്കുന്നത്? യഅമലൂന ബിതാഅതിക്, അവർ നിന്നെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അത് കണ്ട് ഞങ്ങൾക്ക് കൺകുളിർക്കാൻ സാധിക്കണം. സജ്ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. ബഹുമാനപ്പെട്ട ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഒന്നുകൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വ്യാഖ്യാനം രേഖപ്പെടുത്തി, മൻ യഅമലു ലക ബിത്വാഅതി ഫതഖറ ബിഹിം അയുനുനാ ഫിദ്ദുനിയാ വഫിൽ ആഖിറ.
ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ കൺകുളിർക്കുന്ന, ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന, നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ച് പ്രവർത്തിക്കുന്ന സന്താനങ്ങളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയും പിൻതലമുറയെയും ഞങ്ങൾക്ക് തരണം അല്ലാഹ് എന്നത് ആ മഹാന്മാരുടെ പ്രാർത്ഥനയാണ്. വാസ്തവത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ, സത്യവിശ്വാസിയായ മനുഷ്യൻ, അവന്റെ ഏറ്റവും വലിയ സന്തോഷം നിലനിൽക്കുന്ന ഒരു രംഗമാണത്. സ്വന്തം മക്കളും കുടുംബങ്ങളും നന്നായി കാണുക. അത് ഈമാൻ ഹൃദയത്തിൽ എത്രത്തോളം ഗൂഢമൂലമാണോ, എത്രത്തോളം തഖ്വയുണ്ടോ, അത്രത്തോളം അവന്റെ സന്താനങ്ങളും ഭാര്യമാരും കുടുംബങ്ങളും ദീനിയായ വിഷയത്തിൽ എത്രയും നന്നായി ജീവിക്കുന്നുണ്ടോ അത്രത്തോളം സന്തോഷത്തിന് വർധനവും ഉണ്ടാകും. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഈ ആയത്തിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. മഹാനവറുകൾ പറഞ്ഞു, മുസ്ലിമ മിൻ സൗജതിഹി വമിൻ അഖീഹി വമിൻ ഹമീമിഹി ത്വാഅത്തല്ലാഹി ലാ വല്ലാഹി ലാ ശൈഅ അഖറു ലിഐനിൽ മുസ്ലിമി മിൻ അൻ യറാ വലദൻ ഔ വലദ വലദിൻ ഔ അഖൻ ഔ ഹമീമൻ മുതീഅൻ ലില്ലാഹി അസ്സ വജൽ. ലാ ശൈഅ അഖറ ലിഐനിൽ മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യന് ഏറ്റവും കൂടുതൽ കൺകുളിർക്കുന്ന സന്തോഷമുണ്ടാകുന്ന കാര്യം അതെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാര്യയെ, അവന്റെ സഹോദരീ സഹോദരന്മാരെ, അവന്റെ കുടുംബങ്ങളെ, അവന്റെ സന്താനങ്ങളെ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നതായി കാണിച്ചു കൊടുക്കലാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിന് വഴിപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന മക്കളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയും കാണുമ്പോൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്ന അടിമയുടെ സന്തോഷത്തിനതിരില്ല. ഈ നിലവാരത്തിലുള്ള ഒരു സമൂഹമായി ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും ഭാര്യമാരെയും നീ കാണിച്ചു തരണം അല്ലാഹ്. പടച്ച റബ്ബിനോട് ഈ പ്രാർത്ഥന നടത്തുന്നവരാണവർ. കാരണം പണ്ഡിതന്മാർ വിവരിക്കുന്നു ഈ ആയത്തിന്റെ തഫ്സീറിൽ, വല്ലദീന യർഗബൂന ഇലല്ലാഹി ഫീ ദുആഇഹിം വമസ്അലതിഹിം ബിഅൻ യഖൂലൂ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. അവരെ കൊണ്ട് ഒരു മനുഷ്യനെയും നന്നാക്കാൻ കഴിയില്ല. ഏത് മനുഷ്യനെയും നന്നാക്കുന്നവൻ അല്ലാഹുവാണ്. ഈമാനിന്റെയും ഹിദായത്തിന്റെയും തഖ്വയുടെയും വെളിച്ചം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനോട് അവന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ അവരുടെ അശക്തിയത ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ, അവരുടെ കഴിവുകേട് സമ്മതിച്ചുകൊണ്ട് തന്നെ കഴിയുന്ന രാജാവിനോട്, ആ രാജാവിനെ പ്രിയം വെച്ച് രാജാവിനോട് താണുകീണ് അപേക്ഷിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകളിൽ അവരപേക്ഷിക്കുകയാണ്. പടച്ച റബ്ബിനോടുള്ള ചോദ്യങ്ങളിൽ അവരപേക്ഷിക്കുകയാണ്. റബ്ബേ, ഞങ്ങൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന സന്താനങ്ങളെയും കുടുംബങ്ങളെയും നൽകണം അല്ലാഹ്. അത് തന്നെയല്ലേ സഹോദരന്മാരെ ഏറ്റവും വലിയ ഈ ഭൂമിലോകത്തുള്ള സമ്പാദ്യം. എന്നാൽ ആ സമ്പാദ്യത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കുകയാണ് സജ്ജനങ്ങൾ. ഞാനൊരു കാര്യം പറയട്ടെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഏതൊരു കാര്യവും നമ്മൾ ചോദിക്കുന്നതോടുകൂടി തന്നെ ആ ചോദിക്കുന്ന കാര്യം നമുക്ക് ലഭിക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ആവശ്യമാണ്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കയറി വടകരയിൽ നിന്ന് ഇരുന്നിട്ട് മംഗലാപുരത്ത് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനർത്ഥമില്ല. മറിച്ച് അതാ തിരുവനന്തപുരത്ത് പോകുന്ന വണ്ടിയിൽ കയറിയിട്ടല്ല മംഗലാപുരത്ത് എത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. അത് മംഗലാപുരത്തേക്ക് കയറുന്ന വണ്ടിയിൽ കയറിയിട്ടാണ്. സഹോദരന്മാരെ, ഒരാൾ കഅബയുടെ ഖില്ലയും പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, എനിക്കൊരു മകനെ തരണേ, എനിക്കൊരു മകനെ തരണേ, എനിക്കൊരു മകനെ തരണേ. ഒരാൾ മെല്ലെ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മകനെ തരണേ മകനെ തരണേ എന്ന് വേറൊന്നും പ്രാർത്ഥിക്കാതെ മകനെ തരണേ മകനെ തരണേ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഭാര്യ ഇതുവരെയും പ്രസവിച്ചിട്ടില്ലേ?
അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിക്കാത്ത ഈ മനുഷ്യൻ മകനെ തരണേ മകനെ തരണേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് മകനെ കിട്ടുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന കാര്യം അല്ലാഹു നൽകാൻ കാരണമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തലും നിർബന്ധമല്ലേ സഹോദരന്മാരെ? അപ്പൊ സ്വന്തം ഭാര്യമാരെയും സ്വന്തം സന്താനങ്ങളെയും സ്വന്തം പിൻതലമുറകളെയും സന്മാർഗികളായി ജീവിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി അവരെ പഠിപ്പിക്കുകയും അതിനവരെ ക്രമീകരിക്കുകയും അവരെ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും അവരെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൊണ്ടുപോയി നിർത്തി വളർത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. അതില്ലാത്ത വിധത്തിൽ ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് മക്കളെയൊക്കെ കള്ളുകുടിയന്മാരുടെ കൂടെ സ്നേഹബന്ധത്തിനയച്ച് മറുഭാഗത്ത് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ കൂടെ മക്കൾക്കൊക്കെയും ബന്ധം കൊടുത്ത് സുബ്ഹാനല്ലാഹ് മോശമായ സ്വഭാവമുള്ളവരുടെ കൂടെ മക്കളെ പറഞ്ഞേച്ച് അല്ലെങ്കിൽ അല്ലാഹുവിനെയും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെയും ഒക്കെ തള്ളിപ്പറയുന്ന കക്ഷികളുടെ കൂടെ കൊണ്ടുപോയിട്ട് അവരെ സ്ഥാപനത്തിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർത്ത് എന്നിട്ട് കുറെ ദിവസം കഴിയുമ്പോ ഇതാ എന്റെ ഉപ്പാപ്പ നരകത്തിലാണ്, ബാപ്പ നരകത്തിലാണ്, എന്റെ ഉപ്പാപ്പ നരകത്തിലാണ്, എന്റെ ഉപ്പാപ്പ ചെയ്ത നിക്കാഹ് ശരിയായിട്ടില്ല, എന്റെ ഉപ്പാപ്പാന്റെ നിക്കാഹ് ശരിയായിട്ടില്ല, എന്റെ ബാപ്പന്റെ നിക്കാഹ് ശരിയായിട്ടില്ല, ഞാൻ പുതിയ നിക്കാഹ് നടത്താൻ പോവാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് സ്വന്തം ബാപ്പ ഉമ്മയെ വിവാഹം കഴിക്കുന്ന സമയത്ത് നടത്തിയ ആ വിവാഹം പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പുതിയതിലേക്ക് പോകുന്ന രംഗത്തേക്ക് മക്കളെ കൊണ്ടുപോയി ചേർത്ത് പിന്നീട് കൈകടിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. സന്മാർഗികളായ മഹാന്മാരായ മക്കളായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന നാം സഹോദരന്മാരെ, നമ്മളെപ്പോഴും മക്കളെ നല്ല ചുറ്റുപാടിൽ വളർത്തേണ്ടതാണ്, അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ അംഗീകരിച്ച് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന സംവിധാനവും ചുറ്റുപാടുമുള്ള വിധത്തിലാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കുട്ടിക്കും ലോകത്ത് ജന്മം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, സ്വന്തം ബാപ്പമാരാണ് സ്വന്തം ഉമ്മമാരാണ് മക്കളെ യഹൂദികളാക്കുന്നത്, മറ്റാശയക്കാരാക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ സത്യത്തിൽ അധിഷ്ഠിതമായി തഖ്വയോടെ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ മക്കളെ പോറ്റുകയും വളർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകാൻ പ്രയാസമല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് അക്കാര്യം ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് നിർദ്ദേശം നൽകുന്നു. ഓ ജനങ്ങളെ, തുങ്കഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യം വിചാരിച്ച് വിവാഹം കഴിക്കപ്പെടൽ ഉണ്ട്. അതേ ലിമാലിഹാ വഹസബിഹാ, അതേ അതാ ഒരു സ്ത്രീയുടെ തറവാട് കണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട്, തറവാടുള്ളതിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്, അവളുടെ സമ്പത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്, അവളുടെ ഭംഗി കണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട്, വലി ജമാലിഹ, അഴകി കണ്ടിട്ട് അഴകിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്. എന്നാൽ അതേ ലിദീനിഹ, ദീനുള്ളവളായതിനു വേണ്ടി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവരുണ്ട്. ഫൾഫർ ബിദാത്തിദ്ദീൻ, മക്കള് നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന, ഭാര്യമാര് നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ദീനീ ചുറ്റുപാടുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുക്കട്ടെ, അതുകൊണ്ട് വിജയം കൈവരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന് വിവാഹം കഴിക്കുന്ന സമയത്ത് ഇണയെ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പോലും നല്ലവരായി കിട്ടാനുള്ള നിർദ്ദേശം നൽകുകയാണ്. സഹോദരന്മാർ മനസ്സിലാക്കണം, അവിടുന്ന് അങ്ങോട്ട് ആ പെൺകുട്ടി, ആ സ്ത്രീ ഗർഭിണിയായാലും അതിനു മുമ്പും ശേഷവും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഹലാലായിരിക്കുക എന്നത്
മക്കൾ നന്നായി കിട്ടാൻ വളരെ അത്യാവശ്യമാണ്. ആ മക്കൾക്ക് കൊടുക്കുന്ന മുലപ്പാല് കൊടുക്കുന്ന പെണ്ണ്, അതുപോലെ ഭാര്യ, അവർ കഴിക്കുന്ന ഭക്ഷണം ഹലാലാകണമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ തുടക്കം മുതലേ ശ്രദ്ധിച്ചുകൊണ്ട് സ്വന്തം മക്കൾ നന്നായി കിട്ടണമെന്ന് ആഗ്രഹിക്കണം. അവിടെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അദ്ദുനിയാ മതാഉൻ വഖൈറു മതാഇഹാ അൽ മർഅത്തു സ്സാലിഹാ. അതേ ദുനിയാവിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, അതേ നിങ്ങൾക്ക് ഉപകരിക്കാനുള്ള വസ്തുക്കളും വ്യക്തികളുമാണെങ്കിൽ അതിലേറ്റവും ഖൈറായത് ഒരു സൽക്കർമ്മിണിയായ സ്ത്രീയാണ് കേട്ടോ. സാലിഹത്തായ ഭാര്യ അത്രയുമാണ് കിട്ടൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സഹോദരന്മാരെ, ഇതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, നല്ല ഭാര്യമാരിൽ നല്ല പിതാക്കളിൽ ജനിക്കുന്ന കുട്ടികൾ അവർക്ക് പവറുണ്ട്. വാസ്തവത്തിൽ പരിശുദ്ധ ഇസ്ലാമിൽ തറവാടെന്ന് പറയുന്നത് തന്നെ മുൻഗാമികളായ ആ കുടുംബത്തിലുള്ള മുൻഗാമികൾ പണ്ഡിതന്മാരും സാലിഹീങ്ങളുമായ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ അവനെ സംബന്ധിച്ചാണ് വാസ്തവത്തിൽ തറവാട്ടുകാരൻ എന്ന് പറയുന്നത്. അല്ലാതെ മുമ്പ് ഏതോ ഒരു വലിയ അക്രമിയായ ഒരു മനുഷ്യൻ എല്ലാ പാവങ്ങളെ സ്വത്തും പിടിച്ചെടുത്ത് മുതലാളിയായിട്ടുണ്ടെങ്കിൽ അവന്റെ പിന്തലമുറയിൽ വരുന്നവനല്ല തറവാട്ടുകാരൻ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ തറവാട്ടുകാരൻ എന്ന് പറയുന്നത് സജ്ജനങ്ങളുടെ പരമ്പരയിൽ സജ്ജനങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചു വന്നവനാണ്. ഈ കാര്യം മുസ്ലിം ഉമ്മത്ത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇവിടെ ചോദിക്കപ്പെട്ട കുറെ ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം തറവാട്ടിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നൊരു ചോദ്യമാണ്. അതിലെ ചോദ്യം പുതുമുസ്ലിമോ? ആ പുതുമുസ്ലിമോ അല്ല, പുതുമുസ്ലിമാണ്, പക്ഷേ നല്ല സജ്ജനങ്ങളിൽപ്പെട്ട ജീവിതം നയിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു പുതുമുസ്ലിമുണ്ട്. ആ കാരണത്താൽ നല്ല ജീവിതം നയിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമുണ്ടോ, തടസ്സമുണ്ടാക്കേണ്ടതുണ്ടോ എന്നർത്ഥം വരുന്നൊരു ചോദ്യം ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഇസ്ലാമിലെ തറവാടെന്ന് പറയുന്നത് സൽക്കർമ്മമുള്ള മഹാന്മാരുടെ കുടുംബത്തിൽ ജനിക്കലാണ്. അതാണ് ഇസ്ലാമിലെ തറവാടിത്തം എന്ന് പറയുന്നത്. ആ തറവാട്ടിന് മഹത്വമുണ്ട്, അത് നമുക്ക് നിഷേധിച്ചുകൂടാ. പക്ഷേ ദീനില്ലെങ്കിൽ, സാലിഹത്തല്ലെങ്കിൽ, തെഖ്വയില്ലെങ്കിൽ ആ തറവാട് കൊണ്ടൊരു കാര്യം കിട്ടുന്നില്ല കേട്ടോ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ഒരു ബാപ്പയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാഗമാണ് മകൻ, അവന്റെ ഭാഗമാണ് മകൾ, അവന്റെ ഭാഗം. അതുപോലെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗമാണ് സന്താനങ്ങൾ. ആ സന്താനങ്ങൾ നന്നായി കാണുന്നതിൽ വലിയ സന്തോഷമാണ്, മോശമായി പോയാൽ വലിയ ദുഃഖവുമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മളെ ബാപ്പമാർക്കും ഉമ്മമാർക്കും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം, അവരെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം, സ്വന്തം ബാപ്പാനെ സന്തോഷിപ്പിക്കുന്ന കാര്യം. ബാപ്പ ഈമാനുള്ളവനാണോ, തഖ്വയുള്ളവനാണോ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണോ എങ്കിൽ ആ ബാപ്പയെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഭാര്യമാരെ, സന്താനങ്ങളെ, ഓരോ രക്ഷിതാക്കൾക്കും ഏറ്റവും സന്തോഷമുണ്ടാകുന്ന കാര്യം സ്വന്തം മകൻ വളരെ നല്ല തഖ്വയോടെ ജീവിക്കുന്നത് കാണലാണ്. സ്വന്തം മക്കൾ തഖ്വയോടെ ജീവിക്കുന്നത് കാണലാണ്. ഭാര്യ തഖ്വയോടെ ജീവിക്കുന്നത് കാണലാണ്. സ്വന്തം മക്കൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടാൽ, അവര് ഫർളും സുന്നത്തും ഒക്കെ കൃത്യമായി നിർവഹിക്കുന്നത് കണ്ടാൽ, അവര് ഖുർആൻ ഓതുന്നത് കണ്ടാൽ, അതങ്ങോട്ട് പറയാതെ, സുബ്ഹിക്ക് വിളിക്കാതെ, തഹജ്ജുദിന് വിളിക്കാതെ, അവരോട് നിർബന്ധിക്കാതെ അവര് ഖുർആൻ ഓതുന്നത് കണ്ടാൽ, അവര് ദിക്ർ ചൊല്ലുന്നത് കണ്ടാൽ, അവര് മൗലിദിന്റെയും സലാത്തിന്റെയും ദിക്റിന്റെയും സദസ്സിൽ അതോടെ ഗുരുത്വത്തോടെ അലിമീങ്ങളെ കൂടെ പോയി ഇരിക്കുന്നത് കണ്ടാൽ, അവര് നല്ല ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുന്നത് കണ്ടാൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അടിമകൾക്ക് എന്തൊരു സന്തോഷമാണ്. നേരെ മറിച്ച് അപ്പുറത്ത് ദിക്ർ ചൊല്ലുമ്പോ സ്വന്തം മക്കൾ റോട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതാ സലാത്ത് ചെല്ലുമ്പോ പങ്കെടുക്കാതെ പോവുകയാണെങ്കിൽ, അതുപോലെ ഖുർആൻ ഓതുമ്പോൾ അതാ ഓതാതെ മാറി നിൽക്കുന്നതാ കാണുന്നതെങ്കിൽ, ഫർളിന്റെയും മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാത്തതാ അനുഭവപ്പെടുന്നതെങ്കിൽ, സുബ്ഹി ഖളാ ആക്കി കിടന്നുറങ്ങുന്നതാണ് കാണുന്നതെങ്കിൽ, മക്കളെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ബാപ്പന്റെ മനസ്സിൽ അത്ര വേദനിക്കുന്നൊരു കാര്യം വേറെ ഇല്ല കേട്ടോ.
ഇതെന്റെ ചെറുപ്പക്കാർ ഓർമ്മിക്കണം, എന്റെ കുട്ടികൾ ഓർമ്മിക്കണം. ഏറ്റവും ബാപ്പനെയും ഉമ്മനെയും സന്തോഷിപ്പിക്കുന്ന കാര്യം, അവർ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കുന്ന കാര്യം, അള്ളാഹുവേ നിനക്ക് വഴിപ്പെടുന്ന കൺകുളിർക്കുന്ന മക്കളെ തരണേ, ഇണകളെ തരണേ, കുടുംബങ്ങളെ തരണേ. ഒന്നുകൂടി ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, നമ്മളുടെ സ്വത്ത് ബാപ്പയുടേതാണ്, നമ്മൾ തന്നെ ബാപ്പയുടേതാണ്. ഇത് എന്റെ വകയിൽ പറയുന്നതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നാ തിയബ മാ അകല റജുലു മിൻ കസ്ബിഹി വ ഇന്ന വലദഹു മിൻ കസ്ബിഹി. അവനവൻ അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണം. വ ഇന്ന വലദഹു മിൻ കസ്ബിഹി, അവനവന്റെ സന്താനങ്ങൾ അതവനവന്റെ അധ്വാനമാണ്. അഥവാ സ്വന്തം മക്കൾ അധ്വാനിച്ചു കൊണ്ടുവന്ന് നമുക്കെന്തെങ്കിലും ഭക്ഷണം തന്നാൽ, നമുക്കെന്തെങ്കിലും തന്നാൽ അത് വാങ്ങാൻ എന്തൊരു സന്തോഷമാണ്, അത് കിട്ടുമ്പോൾ എന്തൊരു കൺകുളിർക്കലാണ്. കാരണം മകൻ സ്വന്തം തന്നെയല്ലേ. ഇതുകൊണ്ടല്ലേ സഹോദരന്മാരെ, നിങ്ങൾ കേട്ട് കാണും, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് ഇന്ന അബീ യുരീദു അൻ യഖുദ മാലി. എന്റെ ബാപ്പ എന്റെ സ്വത്തുക്കളൊക്കെ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ബാപ്പയെ സംബന്ധിച്ച് മകൻ നിന്ന് കംപ്ലൈന്റ് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാപ്പയെ വിളിപ്പിച്ചു. ബാപ്പയെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ഇന്നബനക യസമു അന്നക തഖുദു മാല. നിന്റെ മകൻ പറയുന്നുണ്ടല്ലോ നീ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ എടുക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഉടനെ ആ ബാപ്പയുടെ മറുപടി, നബിയെ സൽഹു, ആ മകനോട് തങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ഹല്ലി അമ്മാതിഹി വ ഖറാബാതിഹി ഔ ലിമാ ഉൻഫിഖു അലാ നഫ്സി വ ഇയാലി. ഞാൻ അവന്റെ സ്വത്തെടുത്തിട്ട് എന്റെ സഹോദരന്മാർക്കോ അല്ലെങ്കിൽ എന്റെ മറ്റു കുടുംബക്കാർക്കോ കൊടുക്കുന്നുണ്ടോ? അതല്ല, അവന്റെ സ്വത്ത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയും അവന്റെ അനുജന്മാരും അവന്റെ പെങ്ങന്മാരുമൊക്കെയായി എന്റെ ആശ്രിതരായി ജീവിക്കുന്ന കുഞ്ഞുകുട്ടികൾക്ക് അവന്റെ അനുജന്മാർക്കും പെങ്ങന്മാർക്കുമൊക്കെ ഞാൻ കൊടുക്കുകയാണോ? അതുപോലെ ഞാൻ സ്വന്തം കഴിക്കുകയാണോ? അല്ല, ഞാൻ എന്റെ കുടുംബത്തിലുള്ള ചേട്ടനും അനുജനും അങ്ങനെയുള്ള ആളുകൾക്കും പെങ്ങന്മാർക്കുമൊക്കെ കൊടുക്കുകയാണോ എന്ന് തങ്ങളൊന്ന് ചോദിക്കൂ നബിയേ. ഇതെന്ന് പറയുമ്പോഴേ കഥാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു. വന്നിട്ട് പറയുന്ന, നബിയേ ഈ പ്രായം ചെന്ന ബാപ്പ മനസ്സിലൊരു ബൈത്ത് ചൊല്ലിയിട്ടുണ്ട്, മനസ്സിൽ അദ്ദേഹം ഒരു കവിത ചൊല്ലിയിട്ടുണ്ട്. ആ മനസ്സിലുള്ള കവിതയൊന്ന് ചൊല്ലിത്തരാൻ പറയൂ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അപ്പോൾ ആ കവിത ആരും കേൾക്കാതെ മനസ്സിലൊരു കവിതയുണ്ട്, ഈ പ്രായം ചെന്ന ബാപ്പന്റെ മനസ്സിൽ, അതൊന്ന് ചൊല്ലിത്തരാൻ പറയൂ നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോലും കേൾക്കാതെ നിന്റെ മനസ്സിൽ ഒരു കവിതയുണ്ട്, അത് നീ ഒന്നെനിക്ക് പറഞ്ഞത്, നീ ഒന്നെനിക്ക് ചൊല്ലിത്തരൂ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറഞ്ഞ കാര്യം, മനസ്സിലുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ട് അറിഞ്ഞുവല്ലോ. അതിലതാ സന്തോഷം കൊണ്ടുകൊണ്ട് ആ പ്രായം എന്ന ബാപ്പ പറയുന്നത്, ലാ നസാലു യസീദുനല്ലാഹു ബിക ബസീറ വ യഖീന. നബിയേ തങ്ങൾ ഇടയാളനായി, തങ്ങൾ മുഖേന അല്ലാഹു തആല ഞങ്ങൾക്ക് അകക്കാഴ്ചയും ഉറപ്പും തരുന്നവൻ തന്നെ. തങ്ങൾ മുഖേനയല്ലേ ഞങ്ങളെ മനസ്സിന്റെ ഈമാനിന്റെ ഉറപ്പ് വർദ്ധിക്കുന്നത്, തങ്ങൾ മുഖേനയല്ലേ ഞങ്ങൾക്ക് നല്ല ഉൾക്കാഴ്ച കിട്ടുന്നത്. നബിയേ ഞാൻ പാടാം, فذوتك مولودا ومنتك ينفعا تألو بما أجني عليك وتنهلو. എന്താണ് ആ പ്രായം എന്ന സഹാബി പാടുന്നത്? മകനെ സംബോധനം ചെയ്തുകൊണ്ട് പാടുകയാണ്, മോനെ ചെറിയ കുട്ടിയായ സമയത്ത് നിനക്ക് ഭക്ഷണം തന്ന് ഞാൻ വളർത്തി, പിന്നെയോ നിന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഒക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നിനക്ക് തന്ന് നിന്നെ ഞാൻ പോറ്റി വളർത്തി. മോനെ രാത്രി അങ്ങായപ്പോ നിനക്ക് ചെറിയ രോഗമുള്ളതിനാൽ
ഞാൻ രാത്രിയിൽ ഒരുപാട് ദിവസം എന്റെ മകന് സുഖമില്ലാത്ത സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലേ മോനെ? അന്ന് ഞാൻ നേരം വെളുപ്പിക്കാൻ എത്രയെത്ര സംസാരിച്ചിട്ടും നേരം വെളുത്ത് കിട്ടുന്നില്ല. അതേ സമയത്ത് എന്റെ മകന്റെ സുഖേട് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ഉറക്കമൊഴിച്ചില്ലേ മോനെ? തഖാഫുൽ വറ നഫ്സി അലൈക വഇന്നഹാ ലതഅലമു അന്നൽ മൗത ഹത്മുൻ മുവക്കലൂ. എന്റെ മകനെ ഞാൻ പോറ്റി വളർത്തുന്ന സമയത്ത് എന്റെ മകന് വേണ്ടി ഞാൻ ഉറക്കമൊഴിച്ച് അധ്വാനിക്കുന്നത് കണ്ടിട്ട് ജനങ്ങൾ പലരും പറഞ്ഞു, സ്വന്തം മകന് വേണ്ടി സ്വന്തം തടി പോക്കുന്ന ബാപ്പയാണ്, സ്വന്തം മകന് വേണ്ടി തടി പോക്കുന്ന ബാപ്പയാണ്. ഇയാള് ബാക്കിയാകുമോ എന്നറിയില്ല. സ്വന്തം മകന് വേണ്ടി എത്രയാ ഉറക്കമൊഴിക്കുന്നത്, എത്രയാണ് ഇദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഇവന് ഭക്ഷണം കൊടുക്കുന്നത്, ഇവന് മരുന്ന് വാങ്ങി കൊടുക്കുന്നത് എന്ന് മക്കളൊക്കെ ജനങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് പറഞ്ഞു. പക്ഷേ ഉറപ്പാണ്, മരണം നിശ്ചയിച്ച സമയത്ത് നടക്കും. കനിയനൽ മത്റൂഖു ദൂനക ബില്ലദീ തുരിഖ്താ ബിഹി ദൂനി ഫഅൈനക തുഹ്മിലൂ. മോനെ, നിനക്ക് രോഗമുള്ള സമയത്ത് എനിക്ക് രോഗം ബാധിച്ചതുപോലെയാ ഞാൻ കണ്ടത്. എന്റെ സ്വന്തം ശരീരത്തിന് രോഗം ബാധിച്ചതുപോലെയാ കണ്ടത്. വാസ്തവത്തിൽ രോഗം നിനക്കാണ്, പക്ഷെ എന്റെ സ്വന്തം രോഗം പോലെയാണ് ഞാനത് കണ്ടത്. എന്നിട്ട് പറയുകയാണ്, എന്നാൽ നിന്റെ കണ്ണങ്ങനെ ആയില്ലല്ലോ മോനെ, നിന്റെ കണ്ണുകൊണ്ട് നീ എന്നെ അങ്ങനെ കണ്ടില്ലല്ലോ. فَمَلَمَّا بَلَغْتَ السِّنَّ وَالْغَايَةَ الَّتِي إِلَيْكَ مَرَامًا فِيكَ قَدْ كُنْتُ أَعْمَلُ. ഞാൻ എന്റെ മോനെ ഇങ്ങനെ ഉറക്കമൊഴിച്ച് ഒരുപാട് അധ്വാനിച്ച് പോറ്റി വളർത്തുമ്പോ എന്റെ മനസ്സിൽ ചില കൊതികളുണ്ട്, എന്റെ മനസ്സിൽ ചില ആശകളുണ്ട്. ഈ മകനൊന്ന് വലുതായി കഴിഞ്ഞാൽ എനിക്ക് പ്രായമാകുമ്പോ എന്നെ സംരക്ഷിക്കുമല്ലോ, എന്നെ നോക്കുമല്ലോ, എനിക്ക് വേണ്ട ഒത്താശ ചെയ്യുമല്ലോ. ഇങ്ങനെ ഒരു ചിന്ത എന്റെ കൽബിലുണ്ടായിരുന്നു മോനെ. പക്ഷേ ജഅൽത ജസായി ഖില്ലതൻ വഫളലതൻ കഅന്നക അൻതൽ മുൻഇമുൽ മുതഫദ്ദിലു. മോനെ, നിനക്ക് ആരോഗ്യം വന്നപ്പോ, നിനക്ക് യുവത്വം കിട്ടിയപ്പോ, നിനക്ക് കയ്യിൽ പണം കിട്ടിയപ്പോ, നിനക്കതാ പല സ്ഥാനവും മാനവും കിട്ടിയപ്പോ, നീ ഇങ്ങോട്ട് നിന്റെ പെരുമാറ്റം വലിയ കടുപ്പമുള്ള പെരുമാറ്റമല്ല മോനെ. നീ സ്വന്തം ഭാര്യമാരോട് പോലും പറയാത്ത രൂപത്തിൽ എത്ര കടുപ്പത്തിലാണ് ബാപ്പയോട് സംസാരിക്കുന്നത്, എത്ര കടുപ്പത്തിലാ ഉമ്മയോട് സംസാരിക്കുന്നത്. ഉമ്മാനെ നീ അങ്ങട്ട് അതാ വലിയ ശബ്ദത്തിലങ്ങ് സംസാരിക്കുകയല്ലേ. ഉമ്മ എന്തെങ്കിലും ഒരു സങ്കടം പറയുമ്പോ നീ അതാ സ്വന്തം മക്കളോട് പറയുന്നത് പോലെയോ ഭാര്യയോട് പറയുന്നത് പോലെയോ, പോകട്ടെ ഭൃത്യന്മാരോട് പറയുന്നത് പോലെ ഉമ്മാനക്കുള്ള കടുപ്പം കൂട്ടി സംസാരിക്കുകയല്ലേ നീ, ബാപ്പയോട് കടുപ്പം കൂട്ടി സംസാരിക്കുകയല്ലേ നീ. അതാണ് ഈ ബാപ്പ പറയുന്നത്, മോനെ, നിനക്ക് ആരോഗ്യവും എല്ലാ സൗകര്യവുമുള്ള സമയത്ത് എന്നെ സംരക്ഷിക്കുമെന്ന് കൊതിച്ച് ആഗ്രഹിച്ച് ഞാൻ നിന്നെ പോറ്റി വളർത്തിയിട്ട് നിന്റെ കടുപ്പം എന്താണ്? നീ എനിക്ക് ഇങ്ങോട്ട് എന്തെല്ലാമോ ഗുണം ചെയ്തു തന്നവനെ പോലെ, എന്തെല്ലാമോ ഗുണങ്ങൾ നീ ഇങ്ങോട്ട് ചെയ്തു തന്നവനെ പോലെ ഉണ്ടല്ലോ നിന്റെ സംസാരം. എന്തൊരു ഗൗരവമാണോ. ഫലൈതകൈദില്ലം തറ ഹഖാ ഉബുവതി ഫഅൽതാക മാജാറുൽ മുജാവീരി യഫ്അലു. ബാപ്പയാണ് എന്നൊരു കാഴ്ചപ്പാട് നിനക്കുണ്ടായില്ലെങ്കിലും ഒരയൽവാസിയോട് നീ പെരുമാറുന്ന പെരുമാറ്റം പോലും, ഒരയൽവാസി മറ്റൊരയൽവാസിയോട് സുഖമില്ല എന്ന് പറയുമ്പോ, നിന്റെ തൊട്ടടുത്ത വീട്ടുകാരൻ സുഖമില്ല എന്ന് പറയുമ്പോ നീ എത്ര നല്ല നിലക്കാത്ത അയൽവാസിയോട് സംസാരിക്കുന്നത്. നിന്റെ ബാപ്പക്ക് സുഖമില്ല എന്ന് പറയുമ്പോ, നിന്റെ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറയുമ്പോ നീ എത്ര കടുപ്പത്തിലാ സംസാരിക്കുന്നത്. അതുപോലെ നിന്റെ അയൽവാസികൾക്ക് നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ, എന്തൊക്കെ അയൽവാസികൾ തമ്മിൽ ചെയ്യുന്നു. ഒരയൽവാസി അയൽവാസിയോട് കാണിക്കുന്ന കടപ്പാട് പോലും ബാപ്പയായ എന്നോട് കാണിച്ചില്ലല്ലോ മോനെ എന്നർത്ഥം വരുന്ന ഈ പദ്യം ആ സഹാബി അങ്ങ് ചൊല്ലിയപ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടങ്ങ് കരഞ്ഞുപോയി. എന്റെ ചെറുപ്പക്കാരെ, എന്റെ ചെറുപ്പക്കാരികളെ, പ്രായമുള്ള സമയത്ത് ഉമ്മയോട് സംസാരിക്കുമ്പോ എത്ര മയമായി സംസാരിക്കണം,
ബാപ്പയോട് സംസാരിക്കുമ്പോ എത്ര മയമായി സംസാരിക്കണം, ഉപ്പാപ്പയോടും ഉമ്മാമയോടും സംസാരിക്കുമ്പോ എത്ര മയമായിട്ട് സംസാരിക്കണം. അതിന് പകരം കടുപ്പത്തിലുള്ള വാചകങ്ങൾ നമ്മൾ അവരോട് പറയാമോ? അവരോട് നമ്മൾ ഗൗരവത്തിൽ സംസാരിക്കാമോ? സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു കളവ് നടത്തിയ വ്യക്തിയോട് വലിയ ഉദ്യോഗസ്ഥന്മാര് സംസാരിക്കുന്ന ശൈലിയിലൊക്കെ ഉമ്മയോടും ബാപ്പയോടൊക്കെ സംസാരിക്കുന്ന മക്കളില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രായം ചെന്ന സ്വഹാബിയുടെ പദ്യം കേട്ട് കരഞ്ഞുപോയി. ഉടൻ തന്നെ മകന്റെ കോളറിങ് പിടിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി മകന്റെ കോളറിങ് പിടിച്ചിട്ട് പറഞ്ഞു, എടോ ഇദ്ഹബ് അൻത വമാലുക ലിഅബീക്, പോയിക്കടോ, നീയും നിന്റെ സമ്പത്തും രണ്ടും ബാപ്പന്റെതാണ് കേട്ടോ. നീയും ബാപ്പന്റെതാണ്, നിന്റെ സ്വത്തും ബാപ്പന്റെതാണ്, പൊയ്ക്കോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോളറ പിടിച്ചിട്ടങ്ങ് പറഞ്ഞു. സഹോദരന്മാരെ, അപ്പോൾ വാസ്തവത്തിൽ ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ അതേ ഏറ്റവും സന്തോഷമുണ്ടാകുന്ന കാര്യം മക്കൾ അല്ലാഹുവിനെ വഴിപ്പെടുന്നവരും അവരെ ശ്രദ്ധിക്കുന്നവരും അവരുടെ നന്മ ഉദ്ദേശിക്കുന്നവരും കുടുംബത്തെ നോക്കുന്നവരും പെങ്ങന്മാരെ നോക്കുന്നവരും ആങ്ങളമാരെ നോക്കുന്നവരും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നല്ല ചുറ്റുപാടുള്ള മക്കളായി തീരുന്നതല്ലേ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഇതുപോലെ തന്നെയല്ലേ തിരിച്ചും സ്വന്തം ബാപ്പയും ഉമ്മയും ഒക്കെ ഒന്ന് നന്നായി കാണുക, അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? എന്നോട് ഇതിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ബാപ്പ സുന്നത്ത് ജമാഅത്തിന് എതിരായ ആശയക്കാരനാണ്. ഉസ്താദ് ഒന്ന് നന്നാകാൻ വേണ്ടി, അത് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. കണ്ടില്ലേ നിങ്ങൾ, സഹീഹായ ഹദീസ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മാനെ പലപ്പോഴും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഉമ്മ ഇസ്ലാമിൽ വന്നിട്ടില്ല, മുസ്ലിമായിട്ടില്ല. അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഉമ്മ മുശ്രിക്കത്താണ്. ഒരു ദിവസം ഉമ്മാനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മയതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറച്ചങ്ങ് ശകാരിച്ചു, കുറച്ചങ്ങ് ചീത്ത പറഞ്ഞു. ഉമ്മാനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ഉമ്മ കുറെ അങ്ങ് ചീത്ത പറഞ്ഞു. സദാ വെറുക്കപ്പെടുന്ന പല സംഗതിയും കേൾക്കേണ്ടി വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന അബ്കീ, ഞാൻ കരഞ്ഞും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. ഞാൻ കരഞ്ഞു, ഉമ്മ എന്നെ പറഞ്ഞ വകയിലല്ല, ഉമ്മ നന്നായില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാണ്. ഞാൻ കരഞ്ഞുകൊണ്ടങ്ങ് സമീപിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ യഹ്ദി ഉമ്മ അബീ ഹുറൈറ, നബിയേ, അബൂ ഹുറൈറന്റെ ഉമ്മാനെ നന്നാക്കാൻ, ഹിദായത്താക്കാൻ തങ്ങളൊന്ന് ദുആർക്കൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറന്റെ ഉമ്മാനെ നീ ഹിദായത്താക്കണേ അല്ലാഹ്. ഒരൊറ്റ ദുആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫജീതു മുസ്തബശിറൻ ബിദഅവത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് കിട്ടിയ സന്തോഷം കൊണ്ട് ഞാൻ അവിടുന്ന് അതാ മടങ്ങി. ഞാൻ എന്റെ വീട്ടിന്റെ വാതിൽക്കലെടുക്കലെത്തി ചെന്ന് നോക്കുമ്പോ അതാ വാതിലൊരൽപ്പം തുറന്നു വെച്ചിട്ടുണ്ട്. ഉമ്മയുടെ കാലിന്റെ ശബ്ദം, ഉമ്മയുടെ കാലിന്റെ ചെരുപ്പിന്റെ ശബ്ദം, ഞാൻ മെഗടിയുടെ ശബ്ദം ഞാനിതാ കേൾക്കുന്നു. ഉടനെ ഉമ്മ പറയുന്നു, മക്കാനക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ നീ എവിടെ നിൽക്കൂ എന്നാണ് ഉമ്മ എന്നോട് പറയുന്നു. വസമീതു ഖൽഖലത്തൽ മാഇ, ഞാൻ വെള്ളം ഇങ്ങനെ കളകളാന്ന് പറയുന്ന ശബ്ദം കേട്ടു. ഉമ്മ ഏതാ കുളിക്കുകയാണ്. കുളിച്ചിട്ട് ഉമ്മ ഏതാ വസ്ത്രം ധരിക്കുകയാണ്. ഉടനെ തന്നെ മക്കരയും ധരിച്ച്, അതേ പർദ്ദയും ധരിച്ച്, വസ്ത്രവും ധരിച്ച് ഉമ്മയതാ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, യാ അബാ ഹുറൈറ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഞാൻ ഉമ്മയോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല, ഇവിടുന്ന് ദുആ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ അങ്ങ് ചെല്ലുമ്പോ തന്നെ ഉമ്മ കുളിച്ചൊരുങ്ങിപ്പോയി. അതാ എന്നെ വിളിച്ചിട്ട് ഉറക്കെ ചൊല്ലുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഞാൻ അങ്ങനെ തന്നെ അതാ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി, സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ഞാൻ ആ കരച്ചിലോടുകൂടെ ഒരൊറ്റ തിരിച്ചു പോകലാണ് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി. എന്റെ പ്രിയപ്പെട്ട നേതാവ്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാ നന്മയുടെയും കാരണക്കാരനായ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഞാൻ ഓടിയങ്ങ് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സംഗതി അങ്ങ് പറഞ്ഞു. ഫഹമിദല്ലാഹ വഖാല ഖൈറാ, അവിടുന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു ഖൈറായ വർത്തമാനം പറഞ്ഞു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇനി സഹോദരന്മാരെ, അങ്ങനെ കുടുംബം നന്നായി കാണുക എന്നത് ഈമാനുള്ളവർക്ക് ഏറ്റവും വലിയ താല്പര്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കണം, അങ്ങനെ ഒരു നന്മ കിട്ടിയാലോ, ആ നന്മ കിട്ടിയാൽ അതിന്റെ ഫലം എപ്പോഴും അനുഭവിക്കുകയാണ്. മക്കള് മരിച്ചുപോയാൽ ബാപ്പ ആ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, മക്കൾക്ക് എന്നും സ്വർഗത്തിൽ സ്ഥലം കിട്ടാൻ വേണ്ടി, സ്വർഗത്തിൽ ഗുണം കിട്ടാൻ വേണ്ടി മക്കളുടെ പേരിൽ അതാ എന്തെല്ലാമോ കഴിവിന്റെ പരമാവധി മക്കൾക്ക് എന്റേത് ദുന്യാവിലൊന്നും എന്റെ മക്കൾക്ക് അനുഭവിക്കാനില്ലല്ലോ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എന്റെ മരിച്ചുപോയ മകന് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ആ മകന് സ്വർഗത്തിൽ കിട്ടാൻ വേണ്ടി ഇവിടെ ഞാൻ നന്നായി ആ മകന്റെ പേരിൽ വഖഫ് ചെയ്യുന്നു, ആ മകന്റെ പേരിൽ ഞാൻ ധർമ്മം ചെയ്യുന്നു, ആ മകന്റെ പേരിൽ ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, ആ മകന്റെ പേരിൽ ഖുർആൻ ഓതുന്നു. ആ നിലക്കുള്ള ചിന്തയിൽ ആ മകന് വേണ്ടി ചെയ്യുന്നു. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാര് ചെയ്യുന്നു, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാര് ചെയ്യുന്നു, ബാപ്പനെയും ഉമ്മനെയും സ്നേഹിക്കുന്ന മക്കള് ചെയ്യുന്നു. അങ്ങനെ ആഖിറത്തിലേക്ക് ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദാ മാത ഇബ്നു ആദം, മനുഷ്യൻ മരിച്ചുപോയാൽ മൂന്ന് അമലൊഴിച്ച് ബാക്കി എല്ലാം അവന്റെ അമല് മുറിഞ്ഞുപോയി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അവന്റെ അമല് നിലച്ചുപോയി, അവന്റെ പ്രവർത്തനം നിലച്ചുപോയി. മറ്റുള്ളവർ ചെയ്യുന്നത് കിട്ടും. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ഒരു പണ്ഡിതന് വേണ്ടി ഇവിടെ വെച്ച് നമ്മളൊരു 10-25 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ആ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയതിന് നമുക്ക് പ്രതിഫലം കിട്ടും. ആ മലപ്പുറം ജില്ലയിൽ മരിച്ചുപോയ പണ്ഡിതന് അതിന് ഫലം കിട്ടും, നമുക്ക് പ്രതിഫലം കിട്ടും. അതെ, നമ്മളുമായി ഒരു കുടുംബബന്ധവും വേണമെന്നില്ല, നമുക്കും നമുക്ക് പ്രതിഫലം കിട്ടും, അദ്ദേഹത്തിന് ഫലവും കിട്ടും. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, എന്നാൽ അത് മറ്റുള്ളവർ ചെയ്യുന്നത് കിട്ടുന്നതാണ്, സ്വന്തം ചെയ്തത് കിട്ടുന്നത് 3 സംഗതിയേ ഉള്ളൂ. അവനവൻ ചെയ്തത് 3 മാത്രമേ മരിച്ചാൽ കിട്ടുള്ളൂ. അതിലൊന്നെന്താണ്? വലദുൻ സാലിഹുൻ യദ്ഊല, അതാ സാലിഹായ കുട്ടി, സാലിഹായ മക്കൾ, സജ്ജനങ്ങളിൽപ്പെട്ട മക്കൾ. ആ മക്കൾ അവന്റെ സമ്പാദ്യമാണ്. അതുകൊണ്ട് തന്നെ ആ മക്കൾ എന്ത് സൽക്കർമ്മം ചെയ്താലും ബാപ്പക്ക് പ്രതിഫലം കിട്ടും. ബാപ്പന്റെ പേരിൽ ചെയ്യണമെന്നില്ല, അല്ലാത്ത നിലക്ക് ചെയ്താൽ തന്നെ ബാപ്പക്ക് പ്രതിഫലം കിട്ടും. ബാപ്പന്റെ പേരിൽ ചെയ്താൽ എന്തായാലും കിട്ടും. സഹോദരന്മാരെ, അങ്ങനെ വലദുന്നു സാലിഹുൻ, സാലിഹായ കുട്ടി തന്നെ അവന്റെ പ്രവർത്തനമാണ്. ആ കുട്ടി അവന്റെ സ്വന്തം പ്രവർത്തനത്തിൽ നിന്ന് ബാക്കിയുള്ളതാണ്. ആ കുട്ടിയുടെ ലക്ഷണം എന്താണ്? നല്ല കുട്ടിയാണെങ്കിൽ അവന്റെ ലക്ഷണമാണ് യദ്ഊലഹു, നല്ല കുട്ടി മരിച്ചുപോയ ബാപ്പക്ക് പ്രാർത്ഥിക്കും കേട്ടോ. ബാപ്പ മരിച്ചിട്ട് ദ്വാരക്കല് വേണ്ട, ഖുർആനോദല് വേണ്ട, ഭക്ഷണം വേണ്ട, അങ്ങനത്തെ വാചകം പറയുന്നവന് സാലിഹായ കുട്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാലിഹായ കുട്ടിന്റെ ലക്ഷണം പറയാണ് യദ്ഊലഹു, സാലിഹായ കുട്ടി മരിച്ച മാതാപിതാക്കൾക്ക് ദുആ നടത്തുന്ന കുട്ടിയാണ്. പിന്നെയോ അവനവന്റെ പ്രവൃത്തിയിൽ നിന്ന് ബാക്കിയുള്ളതാണ് അത് സ്വന്തം കുട്ടികള്. രണ്ടാമത്തത് ഉപകാരപ്രദമായ ഇൽമ്. അതെ, എന്റെ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഉസ്താദ് അവറുകളിൽ നിന്ന് ഞാൻ മഹല്ലി ഓതി, ഞാൻ ജലാലൈനി ഓതി. ഞാൻ ആ ജലാലൈനിൽ നിന്ന് പഠിച്ചത്, മഹല്ലിയിൽ നിന്ന് പഠിച്ചത്, മിസ്കാത്തിൽ നിന്ന് പഠിച്ചത് നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞു തരുമ്പോ കണ്ണൂർ ജില്ലയിൽ ഖബറിൽ കിടക്കുന്ന ഉസ്താദിന് അതിന് ഫലം കിട്ടും സഹോദരന്മാരെ, ഗുണം കിട്ടും. കാരണം അവിടുത്തെ ഇൽമിന്റെ ഉപകാരമാണത്.
എന്നാൽ ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് ഒരുപാട് കാലം കിതാബ് ഓതി പഠിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട മർഹൂം കിയന ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അതാ ഞാൻ ഇവിടെ വെച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരുമ്പോ കിയന ഉസ്താദിന്റെ ഖബറിലും എന്റെ ഉസ്താദിന് ഇൽമു പറഞ്ഞു കൊടുത്ത വ്യക്തി എന്ന നിലക്ക് കിയന ഉസ്താദിന്റെ ഖബറിലും അതിന്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കിയന ഉസ്താദിന് ഇൽമു പറഞ്ഞു കൊടുത്ത ആളാണ് ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ, അതുപോലെ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ തുടങ്ങിയ ആലിമീങ്ങൾ. അവരെ ഖബറിലും നമ്മൾ ഇവിടെ വാഴ്ന്നു പറയുമ്പോ അതിന്റെ ഫലം കിട്ടുന്നു. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എണ്ണിക്കൂ. ഓരോ ഉസ്താദുമാർ അങ്ങനെ പോയിട്ട് അവസാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ ഓരോ ഉസ്താദുമാർക്കും നമ്മൾ ഇവിടെ ഒരു ഇൽമു പറയുന്ന സമയത്ത് അവർക്കതിന്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവരെ ദറജ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളത് അവർക്ക് ആവശ്യമുണ്ടായിട്ടല്ല, നമ്മൾക്ക് അവരാവശ്യമുണ്ട്. അവരെ ബർക്കത്ത് ആവശ്യമുണ്ട്, അവരെ പൊരുത്തം ആവശ്യമുണ്ട്. അവർക്ക് നമ്മളെ വകയിലുള്ള ഹദിയകളാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഏത് നല്ല കാര്യവും. അതാണ് ഉപകാരപ്രദമായ ഇൽമിന്റെ പവർ. ഇൽമു ഒരാൾക്ക് അല്ലാഹു കൊടുത്തിട്ട് അത് ഉപകാരത്തിലാണോ ഖിയാമത്ത് നാൾ വരെ അതിന്റെ ഗുണം കിട്ടുന്നു. അത് അവരുടേതാണ്, നമ്മളതല്ല. സഹോദരന്മാരെ, അവർക്കാണ് അതിന്റെ മഹത്വം നമ്മക്കല്ല. മഹത്വം ഉസ്താദുമാർക്കാണ്, ആലിമീങ്ങൾക്കാണ്, ശിഷ്യന്മാർക്കല്ല. പക്ഷെ ഈ ശിഷ്യന്റെ ശിഷ്യനായി അങ്ങോട്ട് എത്ര ആള് വരുന്നുണ്ട്, അവരൊക്കെ ഇൽമു പറയുമ്പോ അവർക്ക് ഫലം കിട്ടുകയാണ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. ഇനി നമ്മുടെ ശിഷ്യ പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഇൽമു പഠിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, ആര് പ്രചരിപ്പിക്കുന്നുണ്ടോ, അതിന്റെയൊക്കെ ഫലം നമ്മൾക്കും അല്ലാഹു തആല തന്നേക്കും. അങ്ങനെ ഇൽമു കൊണ്ട് കിട്ടുന്ന ഫലം അവനവന് ഉപകാരപ്രദമായ ഇൽമുണ്ടെങ്കിൽ അതിന്റെ ഫലം തുടരെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മരിക്കുന്നത് വരെയും, മരിച്ചാലും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മോമിനീങ്ങളെ, നാഫിയായ ഇൽമുള്ള ആലിമീങ്ങളെ പവർ അത് വല്ലാത്ത പവറാണ് കേട്ടോ. ഒരിക്കലും ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്ന വാക്കുകളോ ആലിമീങ്ങളെ നിസാരപ്പെടുന്ന ശബ്ദങ്ങളോ ചിന്തകളോ നമ്മളെ മനസ്സിൽ വന്നു പോകരുത് കേട്ടോ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔ സദഖത്തുൻ ജാരിയ. അതുപോലെ അവനവൻ ചെയ്തത് ബാക്കിയാകുന്നത്, മരിച്ചാലും ബാക്കിയാകുന്നത് നിലനിൽക്കുന്ന ധർമ്മമാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഇന്നും പറഞ്ഞില്ലേ, നമ്മുടെ ഈ പള്ളിയോടനുബന്ധിച്ച് നമ്മൾ എടുത്ത സ്ഥലം, അതിന് 1 സ്ക്വയർ ഫീറ്റ് 500 രൂപ, 100 സ്ക്വയർ ഫീറ്റ് 50,000 രൂപ. അങ്ങനെ ആര് എത്ര അതാ എടുത്ത് വഖഫ് ചെയ്യുന്നുണ്ടോ, മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും അവൻ അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ. അത് പള്ളി നിർമ്മിക്കുന്നവരുണ്ട്, മദ്രസ നിർമ്മിക്കുന്നവരുണ്ട്, ദീനിന്റെ സ്ഥാപനം നിർമ്മിക്കുന്നവരുണ്ട്, വഖഫ് സ്വത്തുകൾ വഖഫാക്കിയിട്ട് വരുമാനത്തിന് വേണ്ടി കൊടുക്കുന്നവർക്കുണ്ട്, വരുമാനം ഉണ്ടാക്കാനുള്ള സ്ഥലം വാങ്ങി കൊടുക്കുന്നവർക്കുണ്ട്, അതിന് ബിൽഡിംഗ് കെട്ടിക്കൊടുക്കുന്നവർക്കുണ്ട്. അതുപോലെ സഹോദരന്മാരെ, തെങ്ങ് വഖഫ് ചെയ്യുന്നവർക്കുണ്ട്, മുസ്ഹഫ് വഖഫ് ചെയ്യുന്നവർക്കുണ്ട്, കിണർ വഖഫ് ചെയ്യുന്നവർക്കുണ്ട്. അങ്ങനെ ഏത് കാര്യം നമ്മൾ എന്നെന്നും ധർമ്മമായി നിലനിർത്തുന്നുണ്ടോ അങ്ങനത്തെ സദഖ എന്നും അത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അവിടെയും നിങ്ങൾ കണ്ടോ, സ്വന്തം മക്കള് അത് സ്വന്തം പ്രവൃത്തിയുടെ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മനുഷ്യൻ ഖബറിലേക്ക് പോയാലോ, ഖബറിലേക്ക് മനുഷ്യൻ പോയാലും മക്കളും ഭാര്യയുമായുള്ള ബന്ധം തീരുന്നുണ്ടോ? അപ്പോഴും തീരുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്, അതേ ഖബറിൽ കൊണ്ടുപോയി മനുഷ്യനെ അങ്ങ് വെച്ചാൽ, ഖബറിൽ കൊണ്ടുപോയി മനുഷ്യനെ അങ്ങ് വെച്ചാൽ
ആ ഖബറിൽ അല്ലാഹു തആല കൊടുക്കുന്ന വലിയ പവർ ആർക്ക്? സജ്ജനങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്കുള്ള കൊടുക്കുന്ന പവർ. അല്ലാഹു പറയുന്നു വഖുൽ അമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ വസതുറദ്ദൂന ഇലാ അലിമിൽ ഗൈബി വശഹാദതി ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ എടുത്ത് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ സഹോദരന്മാരെ. ലൗ അന്ന അഹദകും യഅമലു ഫീ സഖറത്തിൻ സമ്മാ ലൈസ ലഹാ ബാബുൻ വലാ ഖുവത്തുൻ ലഅഖ്റജല്ലാഹു അമലഹു ലിന്നാസി കാഇനം മാ കാൻ. നിങ്ങൾ എത്ര വലിയ പാറയുടെ ഉള്ളിൽ വെച്ചൊരു സൽക്കർമ്മം ചെയ്താലും അല്ലാഹു തആല അത് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതറിയും, അതുപോലെ മുഅ്മിനീങ്ങൾ അതറിയും. ആ ആയത്ത്, ഈ അർത്ഥം വരുന്ന ആയത്ത് അതിന്റെ വിവരണം പറയുകയാണ്. ഏത് പാറന്റെ ഉള്ളിൽ വെച്ച് ചെയ്താലും അത് മുഅ്മിനീങ്ങളായ ജനങ്ങൾ അറിയും. ഇത് പറഞ്ഞതിന് ശേഷം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അന്ന അമാലൽ അഹ്യായി തുറദു അലൽ അംവാതി മിനൽ അഖ്രിബായി വൽ അശാഇരി ഫിൽ ബർസഖി കമാ ഖാല അബൂ ദാവൂദ് ത്വയാസിൽ ലസി ഹദസന സൽത് ഇബ്നു ദീനാർ അനിൽ ഹസൻ അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയ കുടുംബക്കാര്, മരിച്ചുപോയ ബാപ്പമാര്, ഉമ്മമാര്, മക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര് ഖബറിൽ കിടക്കുന്ന സമയത്ത് അവരുടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും ഖബറിൽ അവരറിയുന്നതാണ്, അവർക്ക് വെളിവാക്കപ്പെടുന്നതാണ്. എന്നിട്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന അമാലക്കും തുറദു അലാ അഖ്രിബായിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെ കുടുംബക്കാർക്ക് ഖബറിൽ അറിയിക്കപ്പെടുന്നതാണ്, വെളിവാക്കപ്പെടുന്നതാണ്. വഅശായിരിക്കും, നിങ്ങളെ ബന്ധുക്കൾക്ക് ഫീ ഖുബൂരിഹിം, അവരെ ഖബറുകളിൽ വെളിവാക്കപ്പെടുന്നതാണ്. ഫഇൻ കാന ഖൈറൻ ഇസ്തബ്ശറൂ ബിഹി, അങ്ങനെ ഖബറിൽ എന്റെ ബാപ്പ ഇവിടെ അതാ മൈതാനിയിൽ കിടക്കുന്നുണ്ട്, നാദാപുരത്തെ മൈതാനിയിൽ കിടക്കുന്നുണ്ട്, അല്ലാഹുവേ എന്നെ ദർസിലേക്ക് പറഞ്ഞേച്ച എന്റെ ബാപ്പ, ആ ബാപ്പയുടെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാവരിലും മരിച്ചുപോയ ഉമ്മ ബാപ്പമാരെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഞങ്ങളെ ഖബറിൽ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, അതാ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് എന്ത് പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും ഖബറിൽ അവർക്ക് വലിയ സന്തോഷമാണ്, അവര് വലിയ സന്തോഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ കാന ഖൈറൻ ഇസ്തബ്ശറൂ ബിഹി, ഖബറിൽ കിടക്കുന്ന മരിച്ചുപോയ കുടുംബക്കാര്, ജീവിച്ചിരിക്കുന്ന കുടുംബക്കാര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഖബറിൽ അറിയിക്കപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. ചിലരെ ധാരണ ഖബറിൽ കൊണ്ടുപോയി വെച്ചാ പിന്നൊന്നും അറിയൂല, വിളിച്ചാ അവരെ കേൾക്കൂല എന്നാ ചില മനുഷ്യന്മാർ പറയാറ്. ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ എല്ലാ കാര്യങ്ങളും അവര് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ ഖബറിൽ കിടക്കുന്ന കുടുംബക്കാർ അവർ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അറിയുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്? ഖുർആനിന്റെയും അതിന്റെ തഫ്സീറിന്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞു അല്ലാഹു തആല? ഖുൽ, പറയൂ നബി, ഖുൽ യഅമലൂ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, അമൽ ചെയ്തോളൂ. ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ അമല് അല്ലാഹു കാണുന്നു. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും കാണുന്നു. പിന്നെയോ വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായ യഥാർത്ഥ മുഅ്മിനീങ്ങളും കാണുന്നു. അപ്പൊ ഖബറിലുള്ള മുഅ്മിനീങ്ങൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ കാണുന്നു. ഈ അർത്ഥം വരുന്ന ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നത്, അവരതാ ഖബറിൽ വെച്ച് കുടുംബങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം കാണുമ്പോൾ സന്തോഷിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരെ ശരിക്കും ശ്രദ്ധിച്ചോ, ഖബറിൽ കിടക്കുന്ന ബാപ്പാനെ സന്തോഷിപ്പിക്കൽ എങ്ങനെയാണ്? ഖബറിൽ കിടക്കുന്ന മക്കളെ ബാപ്പമാരും ഉമ്മമാരും സന്തോഷിപ്പിക്കൽ എങ്ങനെയാണ്? ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാരെ സന്തോഷിപ്പിക്കൽ എങ്ങനെയാണ്? ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാരും ഖബറിൽ കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും സന്തോഷിപ്പിക്കൽ എങ്ങനെയാണ്? നല്ല കാര്യം പ്രവർത്തിക്കൽ കൊണ്ടാണ്. ഇസ്തബ്ശറൂ ബിഹി, നല്ല കാര്യം പ്രവർത്തിക്കുമ്പോൾ അവർ സന്തോഷിക്കുകയാണ്. വഇൻ കാന ഗൈറ ദാലിക, ഇനി നല്ല കാര്യമല്ല ചെയ്യുന്നതെങ്കിലോ ഖാലൂ, ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾ
ഖബറിലുള്ളവർ നമുക്ക് വേണ്ടി അള്ളാഹുവോട് റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും. ഖബറിലുള്ളവർ റെക്കമെൻഡ് ചെയ്യുന്ന ഇസ്ലാം എന്ന് പുറത്തു പോകുന്നല്ല, റെക്കമെൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. അതാണ് തഫ്സീറിൽ, അതാ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്. വഇൻ കാന ഗൈറ ദാലിക, ഇനി തെറ്റായ കാര്യമാണ് ജീവിച്ചിരിക്കുന്ന കുടുംബക്കാർ ചെയ്യുന്നതെങ്കിൽ ഖബറിൽ കിടക്കുന്ന ആളെന്താ ചെയ്യുന്നത്? ഖാലു, അവരവിടെ വെച്ച് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയാണ്, അല്ലാഹും അൽഹിംഹും അൻ യഅമലൂ ബിതാഅതിക, അല്ലാഹുവേ നിന്നെ അനുസരിച്ച് വഴിപാട് ചെയ്യാൻ, നിന്നെ വഴിപ്പെട്ടുകൊണ്ടുള്ള സൽക്കർമ്മം ചെയ്യാൻ ഈ ഞങ്ങളെ കുടുംബക്കാർക്ക് നീ തോന്നിപ്പിക്കണേ അല്ലാ എന്ന് ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിനോട് ഖബറിന്റെ ഉള്ളിൽ നിന്ന് അവർ റെക്കമെൻഡ് ചെയ്യുകയാണ് ജീവിച്ചിരിക്കുന്ന കുടുംബക്കാർക്ക്. ഇത് ഹാഫിദ് ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഖബറിലും മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധവും കുടുംബ ബന്ധവും തീരുന്നില്ല. അവിടെയും സന്തോഷമുണ്ട്, അവിടെയും സന്തോഷിക്കലുണ്ട്, അവിടെയും പ്രാർത്ഥനയുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? സുബ്ഹാനല്ലാഹ്, വലിയ വിഷയമാണ്. ഇപ്പോൾ പറയാൻ സമയം പോരാ. സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കുകയാണെങ്കിലോ, സ്വർഗത്തിൽ കടക്കുകയാണെങ്കിലും അതേ അവിടെയും അതാ കുടുംബങ്ങൾ അവരുടെ കുടുംബത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ മുഅ്മിനീങ്ങളാകണം. ഈമാനില്ലെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കന്നാൻ ഈമാനില്ലായിരുന്നു, ഫലം കിട്ടിയില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃ സഹോദരൻ ആസറിന് ഫലം കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അബൂലഹബിന് ഫലം കിട്ടിയില്ല. എന്നാ സഹോദരാ, ഈമാനോടുകൂടെ മരിച്ചു പോകുന്നവരാണെങ്കിൽ ഫലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഖബറിൽ വെച്ചിട്ടുള്ള മനുഷ്യൻ അവിടുന്ന് പോയി അല്ലാഹുവിന്റെ മുന്നിലേക്ക് സ്വർഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ സ്വർഗത്തിൽ കടക്കുന്ന സ്ഥലത്തും അതാ സന്താനങ്ങളും കുടുംബങ്ങളുമൊക്കെ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓർക്കുക, അള്ളാഹുവിന്റെ അടുക്കലെത്തി സ്വർഗത്തിലേക്ക് കടക്കുന്ന സമയം അവിടെയും അതാ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെയും രേഖപ്പെടുത്തുകയാണ്. എന്താണ് രേഖപ്പെടുത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ സൽക്കർമ്മികളായി ജീവിച്ച മുത്തഖീങ്ങളെ മാത്രം സ്വർഗത്തിൽ കടത്തുകയല്ല, പിന്നെയോ അവരുടെ പവർ കൊണ്ട് അവരുടെ അതേ സ്ഥാനം കൈവന്നിട്ടില്ലാത്ത മക്കളെയും കൈവന്നിട്ടില്ലാത്ത ഭാര്യമാരെയും അവരുടെ പവർ കൊണ്ട് അല്ലാഹു തആല സ്വർഗത്തിൽ അതേ പദവിയിൽ തന്നെ കൊടുക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ നഈം ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം كلوا واشربوا هنيئا بما كنتم تعملون متكئين على سرر مصفوفة وزوجناهم بحور عين والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين وأمددناهم بفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون. സഹോദരന്മാരെ,
അള്ളാഹു പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജീവിച്ചാൽ അള്ളാഹു തആല കൊടുക്കുന്നത് സ്വർഗമല്ലേ? ആ സ്വർഗത്തിൽ കുടുംബങ്ങളുമായുള്ള ബന്ധം എന്താണ്? അതിനെ സംബന്ധിച്ചാണ് ഖുർആനിൽ ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ഞാൻ നേരത്തെ നമ്മൾ സവിശേഷതകൾ എണ്ണി വന്ന ആയത്തിന്റെ ബാക്കി കൂടി പെട്ടെന്നങ്ങ് പറഞ്ഞ് ഞാൻ അതിലേക്ക് കടക്കാം. അള്ളാഹു പറയുന്നു, അതെ, അള്ളാഹുവിനോട് അവരുടെ പ്രാർത്ഥന സ്വന്തം ഇണകളും സന്താനങ്ങളും പിൻതലമുറയും അള്ളാഹുവേ ഞങ്ങൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്നവരാക്കി തരണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ മഹാന്മാർ അള്ളാഹു ഉടനെ പറയുന്നു, അതിന്റെ കൂടെ അവർക്കൊരു പ്രാർത്ഥന കൂടിയുണ്ട്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ബഹുമാനപ്പെട്ട തങ്ങൾ അവர்கள் വരുന്നുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അവരതാ സ്വന്തം സന്താനങ്ങളും കുടുംബങ്ങളും ഭാര്യമാരും ഇണകളുമൊക്കെ നന്നായി കാണണമെന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ പുറമെ അവർ സ്വന്തം അതാ പ്രാർത്ഥിക്കുന്നു, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഭക്തിയോടുകൂടെ നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, ആ മുത്തഖീകൾക്ക് ഞങ്ങളെ നീ മാതൃകാ പുരുഷന്മാരാക്കണേ അല്ലാഹ്. മറ്റുള്ളവര് ഞങ്ങളെ കണ്ട് തുടരുന്ന വിധത്തിൽ ഞങ്ങളെ സ്വഭാവവും ഞങ്ങളെ വാക്കുകളും ഞങ്ങളെ പ്രവൃത്തികളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വേറെയുള്ള ആളുകൾക്ക് നോക്കി മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളെ നീ മുത്തഖീകൾക്ക് തുടരാൻ പറ്റുന്ന ആളാക്കി തരണേ അല്ലാഹ് എന്ന് മുത്തഖീകൾക്ക് ഇമാമാക്കണമെന്ന് ഈ മഹാന്മാർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, അവർ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയല്ല, അവരെ സ്വന്തം കാര്യം അവർ മറന്നു പോകുന്നില്ല. അവർ അല്ലാഹുവിനോട് പഠിച്ച റബ്ബേ, എന്നെ പിന്തുടർന്ന് ജീവിക്കാവുന്ന വിധത്തിൽ എന്നെ നന്നാക്കി തരണം. എന്റെ ഭാര്യയ്ക്ക് എന്നെ പിന്തുടർന്ന് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ എന്റെ ജീവിതം നന്നാക്കി തരണം. എന്റെ ശിഷ്യന്മാർക്ക് എന്നെ കണ്ടുപഠിക്കാൻ പറ്റുന്ന വിധത്തിൽ എന്റെ ജീവിതം നന്നാക്കി തരണം. എന്റെ സമുദായത്തിന് എന്നെ കണ്ടുപഠിക്കാൻ പറ്റുന്ന വിധത്തിൽ എന്റെ ജീവിതം നന്നാക്കി തരണം. അങ്ങനെ മുത്തഖീങ്ങളായി ആര് ലോകത്ത് എന്റെ ബന്ധത്തിലോ പുറത്തോ ആര് മുത്തഖീങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവർക്കെല്ലാം നോക്കിക്കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ് എന്ന് അവനവൻ ഏറ്റവും നല്ല ജീവിതം നയിക്കുന്നവനാകണമെന്ന് ആഗ്രഹിക്കുകയും അതിന്റെ തൗഫീഖിന് വേണ്ടി പടച്ചവനോട് ദുആ നടത്തുകയും ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ. അപ്പൊ സ്വന്തത്തിൽ നന്നാകാൻ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിന് ഞാൻ മാതൃകയാകണമെന്ന് ചിന്തിക്കണം. ബാപ്പ താടി പഠിച്ചത് കണ്ടാൽ മക്കൾക്ക് താടി വളർത്താൻ മടിയായില്ലേ? ബാപ്പ തലമറക്കാതെ നിസ്കരിക്കുന്നത് കണ്ടാൽ മക്കളും തലമറക്കാതെ നിസ്കരിച്ച് പഠിച്ചില്ലേ? ബാപ്പ സിനിമ കാണുന്നത് കണ്ടാൽ മക്കളും സിനിമ കാണാൻ ഒരുങ്ങിയില്ലേ? ബാപ്പ കള്ളു കുടിക്കുന്നത് കണ്ടാൽ മക്കളും കള്ളു കുടിക്കാൻ ഒരുങ്ങിയില്ലേ? ബാപ്പ ഉമ്മനെ ചീത്ത പറയുന്നത് കേട്ടാൽ അതാ മക്കളും സ്വന്തം ഭാര്യനെ ചീത്ത പറഞ്ഞ് പഠിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, മക്കളുടെ മുന്നിൽ വെച്ച് ചീത്ത വാക്ക് ബാപ്പ പറയുന്നത് കേട്ടാൽ ആ മക്കളും ചീത്ത വാക്ക് പറഞ്ഞ് കേട്ട് പഠിച്ചില്ലേ? മോനെ, എന്റെ മക്കള് നന്നാകണമെന്ന് ചിന്തിക്കുകയും ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ പോരാ, സ്വന്തത്തിൽ മാതൃകാ പുരുഷന്മാരായി ജീവിക്കാൻ ശ്രമിക്കുകയും ആ തൗഫീഖിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ കേട്ടോ.
പിന്നെ സഹോദരന്മാരെ, മുത്തഖീകൾ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ലേ, അള്ള കൽപ്പിച്ചതെടുക്കുന്നവരല്ലേ, അള്ള വിരോധിച്ചതൊഴിക്കുന്നവരല്ലേ. അവർക്ക് ഇമാമുകൾ വേണം എന്നതും ഈ ഖുർആനിലായത്ത് പഠിപ്പിക്കുകയാണ്. നമുക്ക് എന്തിനാ ഒരു ഇമാമ്? നമുക്ക് ഖുർആൻ പോരെ, നമുക്ക് ഹദീസ് പോരെ? ഇമാമിന്റെ ആവശ്യം എന്താണ് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എന്നാൽ മുത്തഖീങ്ങൾക്ക് ഇമാം ഉണ്ടായേ പറ്റൂ, മാതൃകാ പുരുഷന്മാരുണ്ടായേ പറ്റൂ. അതൊരു വലിയ സ്ഥാനമാണ് ഇമാമാവുക എന്ന സ്ഥാനം. ആ സ്ഥാനം മഹാന്മാര് ചോദിച്ചു വാങ്ങുന്ന സ്ഥാനമാണെന്ന് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് ഇമാമിയങ്ങൾ വേണ്ട, നമ്മൾ തന്നെ ഖുർആൻ അങ്ങ് നോക്കിയാൽ മതി എന്ന് പറയുന്ന വിവരക്കേട് അത് ഖുർആൻ പഠിക്കാത്തതിന്റെ പേരിലാണ് കേട്ടോ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ ഇനി പറയുന്നത് എന്താണ്? ഇനി പറയുന്നത്, നമ്മളിപ്പോൾ 7 ദിവസമായി 9 വിശേഷണങ്ങളാണ് സജ്ജനങ്ങളായ ആളുകൾക്ക് നമ്മൾ വിവരിച്ചത്. അത് നമ്മളെ വകയിലല്ല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിച്ച 9 വിശേഷണങ്ങളാണ്. ആ 9 വിശേഷണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മഹാന്മാർക്ക് എന്താണ് ലോകത്തിന്റെ രാജാവ് കൊടുക്കുന്നത്? അൽഹംദുലില്ലാഹ് സുബ്ഹാന അൽഹംദുലില്ലാഹ്. അവനെന്താ കൊടുക്കുന്നത്? അതേ ലോകം മുഴുക്കി അടക്കി ഭരിക്കുന്ന രാജാവ്, അവൻ എന്തും കൊടുക്കാൻ കഴിവുള്ള രാജാവല്ലേ. അവനെ ശരിക്കും മനസ്സുകൊണ്ടങ്ങ് പ്രിയം വെച്ച്, അവനെ ശരിക്കങ്ങ് ബഹുമാനിച്ച്, അവനിലേക്ക് മനസ്സങ്ങ് തിരിച്ച്, അവന്റെ കൽപ്പന ജീവിതത്തിൽ എടുത്ത്, അവൻ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ഭൂമിയിൽ അവന്റെ വെള്ളവും കുടിച്ച് ജീവിച്ച് ക്ഷമിച്ചങ്ങ് ജീവിച്ചാൽ, മറ്റുള്ളവർ കള്ളു കുടിക്കുമ്പോ അവൻ കള്ളുകുടിക്ക് പോകുന്നില്ല, സിനിമക്ക് പോകുന്നില്ല, തോതിവാസത്തിന് പോകുന്നില്ല, അവൻ മറ്റുള്ളവരെ പോലെ വേണ്ടാത്ത തമ്മാടിത്തത്തിന് പോകുന്നില്ല, അവൻ നിസ്കാരം കളാക്കുന്നില്ല, സുന്നത്ത് കൈയൊഴിക്കുന്നില്ല, അവൻ ദിവസേന ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, സലാത്ത് ചൊല്ലുന്നുണ്ട്. ആളുകളോട് കുഴപ്പം കൂടാൻ അവനില്ല, ഭീകരവാദത്തിനില്ല, തീവ്രവാദത്തിനില്ല, കുഴപ്പമുണ്ടാക്കാനില്ല, ആരെയും ചീത്ത പറയാനില്ല, തെറി പറയാനില്ല. ഇങ്ങോട്ട് പറഞ്ഞ തെറിക്കും ചീത്തക്കും അങ്ങോട്ട് തെറി പറയുന്നില്ല, ഇങ്ങോട്ട് ശല്യപ്പെടുത്തിയവൻ അങ്ങോട്ട് ശല്യപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന് രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുകയല്ലാതെ വേണ്ടാത്തതൊന്നും പറയുന്നില്ല. മക്കള് നന്നാകണമെന്ന് ചിന്തിക്കുന്നുണ്ട്, അതിന് പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നില്ല. അവൻ തന്നെയാണെങ്കിൽ വ്യഭിചാരത്തിന് അവനില്ല, കൊല നടത്താൻ അവനില്ല, ആരെയും ആക്രമിക്കാനില്ല. അങ്ങനെ ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരായി അള്ള പറഞ്ഞ വിശേഷണങ്ങളില്ലേ, ആ 9 വിശേഷണങ്ങളുള്ള ആളുകളെ സംബന്ധിച്ച് അള്ള പറയുന്നു, ഉലൈക, ആ കൂട്ടരുണ്ടല്ലോ, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ വയലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഈ പ്രത്യേകതകളുള്ള ഈ മഹാന്മാർ, ഓ നബിയേ, അവർക്കതാ സ്വർഗം പ്രതിഫലമായി നൽകപ്പെടുന്നു. ബിമാ സബറൂ, കുറഞ്ഞ കാലം അവർ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ, ആ ആയുസ് കാലം കുറഞ്ഞ കാലമല്ലേ, മരണത്തിന് ശേഷമുള്ള ജീവിതം കൊണ്ട് നോക്കിയാൽ അത് വളരെ ചെറിയൊരു സമയമല്ലേ. ആ സമയത്ത് അവർ ക്ഷമിച്ച് ജീവിച്ചവരല്ലേ, അവർ നന്നായി ക്ഷമിച്ചവരല്ലേ, അവർ ഹറാമിലേക്ക് പോകാതെ ശരീരത്തെ പിടിച്ചു വെച്ച് ക്ഷമിച്ചു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ ക്ഷമിച്ചു. പൈസ ചെലവഴിക്കുമ്പോൾ പണത്തോടുള്ള മോഹം അത് മാറ്റിവെച്ചിട്ട് അവർ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ച് പണം ചെലവഴിച്ചു. അങ്ങനെ ക്ഷമാശീലന്മാരായി അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിതത്തിന്റെ എല്ലാ രംഗവും, ആത്മാവും ശരീരവും അവയവും അംഗങ്ങളും അതേ പണവും എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ബന്ധാക്കി വെച്ച ജനങ്ങൾ, ആ ജനങ്ങൾക്ക് സ്വർഗം പ്രതിഫലം നൽകപ്പെടും. നബിയേ, ആ സ്വർഗം കൊടുക്കൽ എങ്ങനെ? വേണമെങ്കിൽ എടുത്തോ എന്ന നിലക്കൊരു കൊടുക്കലല്ല, വല്ലാത്ത സ്വീകരണമാണ് അവിടെ. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. അവർക്കതാ കാഴ്ചവെക്കാനും സലാം പറയാനും ആശംസ അർപ്പിക്കാനും അഭിനന്ദനം പറയാനും മലക്കുകൾ ഇങ്ങനെ വരുന്നു. അങ്ങനെ അവരെ എതിരേൽക്കുകയാണ്, അവരെ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. അവർക്കിങ്ങനെ ആശംസയും അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന സ്ഥലം, നേതാക്കന്മാരെ ആനയിച്ചു കൊണ്ടുവരുന്ന സ്റ്റേജിൽ കുറഞ്ഞ മണിക്കൂറല്ലേ നേതാവുണ്ടാവുകയുള്ളൂ.
അതുപോലെ ആനയിക്കപ്പെട്ടുകൊണ്ടുപോയി കയറിക്കൂടിയ വീട്ടിൽ ഏത് വീട്ടുകാരനും കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുകയുള്ളൂ. ചെയ്യാനയിക്കപ്പെടുന്ന സ്വർഗത്തിൽ അവരതാ 1, 2, 3, 10, 100 കൊല്ലമല്ല, 1000 കൊല്ലമല്ല, 1 കോടി വർഷമല്ല, 10,000 കോടി വർഷമല്ല, ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ കാലകാലം താമസിക്കുകയാണ് നബിയേ. അതേ, എത്ര 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 കോടി 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 വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ എതിരേറ്റുകൊണ്ടുള്ള അവരെ സ്വീകരിക്കുന്ന സ്വീകരണത്തിന് മാറ്റമില്ല. അവർക്കുള്ള താമസ സ്ഥലത്തിന് കേടില്ല, അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന് കുറവില്ല, അതിന്റെ രുചിക്ക് മാറ്റരാ, രുചിക്ക് ദോഷമില്ല, അവർക്കവിടെ ഒരു പ്രശ്നവുമില്ല. ഹസുനത്ത് മുസ്തഖറം വ മുഖാമാ, ആ സ്ഥലം ഹസുനത്ത് മുസ്തഖറം വ മുഖാമാ, അവര് പോയി നിൽക്കുന്ന താമസിക്കുന്ന ആ സ്ഥലം വല്ലാത്ത ഭംഗിയുള്ള സ്ഥലം തന്നെ, വല്ലാത്ത നന്മയുള്ള സ്ഥലം തന്നെ. എന്തൊരാനന്ദമുള്ള സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് ആനയിച്ചു കൊണ്ടുപോവുകയാണ് പരിശുദ്ധ ഖുർആൻ. ഇതുവരെ നാം പറഞ്ഞു വന്ന 9 വിശേഷണങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഖുർആനിൽ പറയുകയാണ്. അത് തന്നെയല്ലേ സഹോദരന്മാരെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. മുത്തഖീകളായ ആളുകളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് അതാ ആനയിച്ചു കൊണ്ടുപോകുന്നു. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവരങ്ങ് ചൊല്ലുമ്പോൾ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗം കാക്കുന്ന മലക്കുകൾ അതാ സലാം പറഞ്ഞു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. തിബ്തും, നിങ്ങൾ പുണ്യവാന്മാരായി, നിങ്ങൾ നല്ലവരായി ജീവിച്ചു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ, കാലകാലം കഴിഞ്ഞോളൂ. അപ്പോഴല്ലേ സന്തോഷം കൊണ്ട് മഹാന്മാർ പറയുന്നു, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ, വാഗ്ദത്തം സത്യമായി പറഞ്ഞു പുലർത്തിയ റബ്ബ്, ആ റബ്ബിന് തന്നെയാണ് സർവസ്തുതിയും. വഔറഥനൽ അർളല്ലദീ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ പോലെ, സ്വർഗത്തിലെ ഭൂമി എങ്ങ് കിട്ടുമ്പോ വഔറഥനൽ അർളല്ലദീ നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. അല്ലാഹു നമുക്കിവിടെ സ്വർഗത്തിൽ ഭൂമി തന്നിരിക്കുന്നു, അത് നമുക്കുള്ള പാർപ്പണമായി തന്നിരിക്കുന്നു. ഹൈസു നശാ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ. ഫനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിച്ചവർക്കുള്ള പ്രതിഫലം അത് വളരെ ഉന്നതമായ നല്ല പ്രതിഫലം തന്നെ. ഓ സഹോദരന്മാരെ, ഇത് തന്നെയല്ലേ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. മുത്തഖീങ്ങളായ ആളുകൾ അവര് സ്വർഗ്ഗമാകുന്ന തോട്ടങ്ങളിലാണ്, അനുഗ്രഹങ്ങളിലാണ്, അവരവിടെ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ റബ്ബ് കൊടുക്കുന്നത് കൊണ്ട് സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം, അവർക്കതാ അവരുടെ റബ്ബ് വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം, ജഹീമാകുന്ന നരകത്തിൽ നിന്ന് കാവൽ കൊടുത്തിരിക്കുകയാണ്. അവരവിടെ ചെല്ലുമ്പോ കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുൻതും തഅമലൂൻ, കുടിച്ചോളൂ, തിന്നോളൂ, ഭക്ഷിച്ചോളൂ, കുടിച്ചോളൂ. ഹനീഅം ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന് പകരം നിങ്ങൾക്ക് അഭിനന്ദനം, നിങ്ങൾക്ക് സന്തോഷം. അഭിനന്ദനം പറഞ്ഞുകൊണ്ട് തിന്നാനും കുടിക്കാനും പറയുന്നു. മുത്തഖീന അലാ
സുറൂരിൻ മസ്ഫൂഫത്തിൻ വസവ്വജ്നാഹും ബിഹൂരിൻ ഈൻ. അവിടെ അതാ കട്ടിലിന്റെ മേലെ അവരിങ്ങനെ ചാരിയിരിക്കാനുള്ള എന്തെല്ലാം കട്ടിലുകളാണ്. സ്വർണത്തിൻ്റെതുണ്ട്, മുത്തും മാണിക്യവും ഒക്കെ ഉണ്ട്. എന്തൊരു സന്തോഷമുള്ള കട്ടിൽ, അതിങ്ങനെ അടുക്കടുക്കി വെച്ചിരിക്കുകയാണ്. വസവ്വജ്നാഹും ബിഹൂരിൻ ഈൻ. അത് വല്ലാത്ത ഭംഗിയുള്ള സ്ത്രീകളെ അവർക്ക് വിവാഹം കഴിക്കാൻ സ്വർഗത്തിൽ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇരിങ്ങ് പറയുമ്പോ എന്റെ ഉമ്മമാർക്കൊരു തോന്നല് വേണ്ട, സന്താനങ്ങൾക്ക് തോന്നല് വേണ്ട, എന്റെ ഭർത്താക്കന്മാരും എന്റെ ബന്ധുക്കളുമൊക്കെ അവിടെ ചെന്ന് വേറെ വിവാഹവും കഴിച്ച് ഭാര്യയായ എനിക്ക് കൂട്ടുജീവിതമില്ലേ എന്നൊരു തോന്നല് വേണ്ട. അതേ ഈമാനുണ്ടോ? അല്ലാഹു പറയുന്നു വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ. ഈമാനുള്ള ജനങ്ങൾ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ, ഈമാൻ കൊണ്ട് അവരുടെ സന്തതികളും അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും ഭാര്യമാരുമൊക്കെ അവരോട് പിന്തുടർന്നവരാണെങ്കിൽ അതുപോലെ അവരുടെ പിൻതലമുറ, അവരുടെ ശിഷ്യ പരമ്പര അതും ദുർരിയ്യത്തിൽ ഉൾപ്പെടുമെന്ന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശിഷ്യന്മാരും അതേ ഉസ്താദിന്റെ അതേ മാർഗത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി അവർ വന്നവരാണെങ്കിൽ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അതേ ഈമാനോടെ സ്വർഗത്തിൽ കടന്ന മാതാപിതാക്കളുടെ കൂടെ അവരുടെ സന്താനങ്ങളെയും അവരുടെ ഇണകളെയും ബന്ധപ്പെട്ടവരെയും നമ്മൾ ചേർത്ത് കൊടുക്കും നബിയേ. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ. അതിന്റെ പേരിൽ ഈ ആളുകളുടെ അമലിൽ നിന്ന് കുറക്കുകയോ അല്ലെങ്കിൽ അതാ എന്തെങ്കിലും ചുരുക്കം വരുത്തുകയോ ചെയ്യുന്നില്ല. ഇവരുടേത് കുറയാതെ തന്നെ അതാ അവർക്ക് കൊടുക്കുന്നതാണ്. കുല്ലും ബിമാ കസബ റഹീൻ. ഓരോ മനുഷ്യനും പ്രവർത്തിച്ചത് കൊണ്ട് അവിടെ പണയത്തിലാണ്.